ഹലോ ഓൾ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ് എന്ന് പറയുന്ന ഫ്രാൻസിസ് ബേക്കൻ്റെ ഒരു എസ്സേ ആണ്. അദ്ദേഹം ജനിക്കുന്നത് 1561 അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഫിലോസഫറാണ്. നമുക്കറിയാം, മാരേജിനെക്കുറിച്ചും സിംഗിൾ ലൈഫിനെക്കുറിച്ചും പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാവാറുണ്ട്. ഒരു മാരേജ് മാനെക്കുറിച്ചും അതല്ലെങ്കിൽ സിംഗിൾ മാനെക്കുറിച്ചും എല്ലാവർക്കും ഡിഫറെൻ്റ് അഭിപ്രായങ്ങൾ ഉണ്ടാവാറുണ്ട്. അവർക്കൊരുപാട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവാറുണ്ട്. ഓജർ പറയാണ്, ഒരു കല്യാണം കഴിഞ്ഞ ആളെ സംബന്ധിച്ചിടത്തോളം, ഒരു മാരീഡായ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അവനെന്താക്കണം, അവൻ്റെ കുടുംബത്തെ നല്ല രീതിയിൽ നോക്കണം. അവർക്കെന്താക്കണം, സെക്യൂരിറ്റി നൽകണം. നല്ലതോ ചീത്തയോ ആയ ഒരു കാര്യത്തിലും അവനിക്ക് എന്താക്കാൻ കഴിയില്ല, ഏർപ്പെടാൻ കഴിയില്ല. അവൻ്റെ മൈൻഡിൻ്റെ പേരിൽ പോകാൻ എന്താവില്ല, അവന് കഴിയില്ല. അവൻ്റെ ഫ്രീഡം ഒക്കെ നഷ്ടപ്പെടും. കാരണം അവൻ്റെ മക്കളെ നോക്കണം, അവൻ്റെ ഭാര്യയെ നോക്കണം. ആ രീതിയിലേക്ക് എന്തായിപ്പോവും, ആ ഒരു മാരീഡായ പേഴ്സൺ മാറിപ്പോകും. നേരെ മറിച്ച് അൺമാരീഡായ ആളെക്കുറിച്ച് എസ്സേഴ്സ് പറയാണ്, അൺറെസ്ട്രിക്റ്റഡ് ആണ്. അവന് സ്ട്രിക്റ്റ് ഒന്നുമില്ല, അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അവൻ്റെ മൂവ്സൊക്കെ എന്തായിരിക്കും, വളരെ ബോൾഡായിരിക്കും. സൊസൈറ്റിയിലും കൾച്ചറിലും അവനിക്ക് പലതരത്തിലുള്ള ഇമ്പോർട്ടൻ്റായ മാറ്റങ്ങൾ വരുത്താൻ എന്താവും, ഒരു അൺമാരീഡായ പേഴ്സണാലിറ്റിക്ക് സാധിക്കുമെന്നാണ് ഇവിടെ എസ്സേയിസ്റ്റ് എന്താക്കുന്നത്, പറയുന്നത്. പിന്നെ പറയുന്നത് എന്ന് വെച്ചാൽ സയൻസ്, ആർട്ട്, ലിറ്ററേച്ചർ അതിലൊക്കെ നേട്ടം കൈവരിച്ച ആളുകൾ എന്ന് പറയുന്നത് അത് അൺമാരീഡായ സ്ത്രീകളും അതല്ലെങ്കിൽ പുരുഷന്മാരും ആണ് എന്നാണ് എന്താക്കുന്നത് എസ്സേയിസ്റ്റ് പറയുന്നത്. ഇപ്പോൾ വെൽത്തിയായ നല്ല പൈസയുള്ള ഒരു സിംഗിൾ മാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പൈസ എന്ത് ചെയ്യണമെങ്കിലും ആരോടും എന്താക്കേണ്ട, അവൻ ചോദിക്കേണ്ട ആവശ്യമില്ല, അവനൊന്നും ചിന്തിക്കേണ്ട ആവശ്യവുമില്ല. അവന് ഇഷ്ടമുള്ള രീതിയിൽ എന്താക്കാം, ആ പൈസ ചിലവഴിക്കാം. അവന് നല്ല രീതിയിൽ പള്ളിക്കോ അല്ലെങ്കിൽ മദ്രസക്കോ അതല്ലെങ്കിൽ അമ്പലത്തിനോ ആ രീതിയിൽ അതല്ലെങ്കിൽ ചർച്ചിനോ വേണ്ടി വേണമെങ്കിൽ എന്താക്കാം, അവന് ചിലവഴിക്കാം. അല്ലെങ്കിൽ നേരെ മറിച്ച് അവനെന്താക്കാം, അവന് ഇഷ്ടമില്ലെങ്കിൽ, അവനിക്ക് താല്പര്യമില്ലെങ്കിൽ എന്താക്കണ്ട, അവൻ ചിലവഴിക്കുകയും ചെയ്യണ്ട. മാരീഡായവർ തികച്ചും എന്താണ്, വ്യത്യസ്തമാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കാരണം അവർക്ക് മക്കളുണ്ടെങ്കിൽ അവരവരുടെ ഭാവിയെക്കുറിച്ചും ഭാവി എങ്ങനെ സേഫാക്കാം എന്നതിനെക്കുറിച്ചും ഒക്കെയാണ് എന്താക്കുന്നത്, അവർ ചിന്തിക്കുന്നത്. ഓതർ പറയാണ്, അൺമാരീഡായ ഒരു മനുഷ്യൻ എന്താക്കും, അവൻ്റെ സമയം അവനിങ്ങനെ പായാക്കിക്കൊണ്ടിരിക്കുക. ബാച്ചിലർഹുഡ് അവൻ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എന്താക്കുന്നത് ഓതർ പറയുന്നത്. ഭാര്യയും മക്കളൊക്കെ, മാരീഡായ ഒരു ചങ്ങായിൻ്റെ ഭാര്യയും മക്കളും അവൻ്റെ ജീവിതം ബേഡൻ ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ അതുകൊണ്ട് ഉദ്ദേശം എല്ലാം മാറ്റി വെക്കണം. ആ ഒരു ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി എല്ലാം അവനെന്താക്കുന്ന മാറ്റി വെക്കണം എന്നാണ് ഓതർ പറയുന്നത്. അതുകൊണ്ടാണ് ബേഡൻ എന്നുള്ള വേർഡ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഒരു മാരീഡായ ആളെ സംബന്ധിച്ചിടത്തോളം അവന് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ സിംഗിൾ ലൈഫിനെ ഇഷ്ടപ്പെടുന്നു, സിംഗിൾ ലൈഫ് ആക്കുകയും ചെയ്യുന്നത് ഈ ഒരു മാരീഡായ പേഴ്സൻ്റെ റെസ്പോൺസിബിലിറ്റീസും റെസ്ട്രിക്ഷൻസും ഒക്കെ കണ്ടിട്ടുണ്ടാക്കുക, കല്യാണം കഴിക്കാണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവന് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്, പ്രഷേഴ്സ് ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് അതൊക്കെ എന്താവും, ഈ ഒരു സിംഗിൾ ലൈഫ് കൊണ്ട് ഇല്ലാതാവും. പിന്നെ പറയുന്നത് വെച്ചാൽ ഏറ്റവും നല്ല ക്ലേർജി മാൻ ആവലാണ് എന്നാണ്. കാരണം വെച്ചാൽ ഒരു ക്ലേർജി മാൻ എന്ന് വെച്ചാൽ ഓൻ്റെ കാര്യം നോക്കി എനിക്കിങ്ങനെ പോയാൽ മതി. പിന്നെ പറയുന്നുണ്ട്, ജഡ്ജും അതുപോലെ തന്നെ മജിസ്ട്രേറ്റൊന്നും എന്താക്കണ്ട, കല്യാണം കഴിക്കണ്ട. അവർക്ക് ഏറ്റവും ബെറ്റർ എന്ന് വെച്ചാൽ സിംഗിൾ ലൈഫ് തന്നെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഏറ്റവും നല്ലത് എന്നാണ് ഈ ഒരു എസ്സേയിസ്റ്റ് പറയുന്നത്. കാരണം വെച്ചാൽ പുറത്തുനിന്നുള്ള ഒരുപാട് ഭീഷണികളുണ്ടാകും. കാരണം ജഡ്ജും മജിസ്ട്രേറ്റെല്ലാവുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ വിധി പറയേണ്ടി വരും. അപ്പോൾ ചില ആളുകൾക്ക് ആ വിധി ഇഷ്ടപ്പെടില്ലെങ്കിൽ അവർ ഭീഷണി ഉണ്ടാവും. അതുകൊണ്ടൊക്കെ ഈ ഒരു സിംഗിൾ ലൈഫാണ് നല്ലത് എന്നാണ് എന്താക്കുന്നത് ഈ ഒരു എസ്സേയിസ്റ്റ് പറയുന്നത്. പിന്നെ എസ്സേയിസ്റ്റ് പറയുന്നത് വെച്ചാൽ ആ ഒരു വിവാഹം എന്താക്കുന്നുണ്ട്, നല്ലൊരു ലവിങ് ഹോം എന്താക്കുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. നല്ലൊരു വൈഫിനെയും നല്ലൊരു ഹസ്ബൻഡിനെയും കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എത്തിക്സ് ഉള്ള ഒരു ഹസ്ബൻഡ് അവൻ നല്ലവനാണ്. അവന് മറ്റു കാര്യത്തിൽ എന്താകുന്നില്ല, അവൻ പ്രലോഭിതരാവുന്നില്ല. ഭാര്യമാരോടും വിവാഹ ജീവിതത്തോടും സത്യസന്ധനായിരിക്കും ആ ഒരു എത്തിക്സ് ഉള്ള ഹസ്ബൻഡ് എന്ന് പറയുന്ന ആൾ. അതിനൊരു ഉദാഹരണം പറയുകയാണ്, അനശ്വരമായ ജീവിതത്തെക്കാളും തൻ്റെ ഭാര്യയെ കൂടുതൽ വിലമതിച്ച യുലീസസിൻ്റെ ഉദാഹരണമാണ് ഈ ഒരു ഉദാഹരണം നല്ലൊരു ഹസ്ബൻഡിനെയും നല്ലൊരു ഭാര്യയെ കുറിച്ച് പറയുന്നതിന് കൊടുക്കുന്നത്. പിന്നെ വെച്ചാൽ വെർജിനിറ്റി, അതെന്താക്കും, ആ ഒരു എത്തിക്സിലുള്ള മനുഷ്യൻ കാത്തു സൂക്ഷിക്കും. അഭിമാനത്തോടെ എന്താക്കും, കാത്തു സൂക്ഷിക്കും. പിന്നെന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ വാല്യൂവിൽ എന്താവും, ആ ഒരു പെണ്ണ് അഭിമാനിക്കും. മ്യൂച്വൽ റെസ്പെക്റ്റോടും അതുമല്ലെങ്കിൽ
ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടിയുള്ള ഈ ഒരു ബന്ധമില്ലേ എപ്പോഴും സ്ട്രോങ് ആയിരിക്കും എന്നൊന്നും നിലനിൽക്കുന്നതായിരിക്കും. നമ്മൾ പലപ്പോഴും പല കുടുംബകലഹങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. ഈ ഒരു കുടുംബത്തിൽ അങ്ങനെയുള്ള കുടുംബകലഹങ്ങളൊന്നും ഉണ്ടാവാൻ ഒരുവിധ ചാൻസ് ഇല്ല. എന്ന് വെച്ചാൽ ഒരു ബോയിൻ്റെ ലൈഫിൽ ഭാര്യ വഹിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ, അതിനെക്കുറിച്ച് ബേക്കം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവൾ അവൻ്റെ ലവർ ആവുമ്പോൾ തന്നെ സെൻഷ്യലി പ്രിപ്പയർ നൽകും. ഇപ്പോൾ മിഡിൽ ഏജിൽ പലതരത്തിലുള്ള മോശവും നല്ലതുമായ പല കാര്യങ്ങളും സംഭവിക്കും. ആ ഒരു ടൈമിലൊക്കെ നല്ല രീതിയിൽ കൂട്ടായിട്ട് എന്താവും ആ ഒരു ഭാര്യ അവൻ്റെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ വാർദ്ധക്യം വന്നാൽ ഒരു നേഴ്സിനെ പോലെ എന്താവും തൻ്റെ ഭാര്യ കൂടെ തന്നെ ഉണ്ടാവുമെന്നാണ് എന്താക്കുന്നത് ബേക്കൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അൺമാരീഡായ ഒരു മനുഷ്യനോട് ബേക്കൻ പറയുന്നത് വെച്ചാൽ, നിൻ്റെ കല്യാണത്തിൽ എന്താക്കണ്ട, നീ തിടുക്കപ്പെടണ്ട. കാരണം വെച്ചാൽ ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് കല്യാണം എന്ന് പറയുന്നത്. ഇപ്പോൾ ചില ആളുകൾ നമ്മൾ കാണാറുണ്ട്, കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട്. അവരോടൊക്കെ ബേക്കൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങളെന്താക്കേണ്ട, തിടുക്കപ്പെടേണ്ട. ഈ ഒരു കല്യാണം എന്ന് പറയുന്ന കാര്യമൊക്കെ നിങ്ങൾ ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഓതർ പറയാണ്, മാരീഡ് ലൈഫ് അതിനൊക്കെ എന്തുണ്ട്, പരിമിതികളും ഗുണങ്ങളുമുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ ലൈഫിനും പരിമിതികളും ഗുണങ്ങളും ഉണ്ട്. ഇപ്പോൾ വിവാഹിതനായ ഒരാളെ സംബന്ധിച്ച് ബേക്കം പറയുന്നത് വെച്ചാൽ കരുണ ഉള്ള ആളായിരിക്കും. നേരെ മറിച്ച് സിംഗിൾ മെന്നെ കുറിച്ച് പറയുന്നത് അവൻ്റെ മൈൻഡ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ഇതാണ് എന്താക്കുന്നത് ഈ ഒരു ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു എസ്സേയിൽ ബേക്കൻ എന്താക്കുന്നത് പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ.